പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന ഏഴാമത്തെ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാഠമാണ്. അപ്പോൾ നിങ്ങൾ ഏഴാം പാഠത്തിൽ ഈ ചിത്രം ഒന്ന് ജസ്റ്റ് നോക്കി നോക്ക്. ഡോട്ട്സ് 3 ബോക്സിലായിട്ട് ഡോട്ട്സ് ഉണ്ട്. ഓരോ ബോക്സിലും എത്ര ഡോട്ട്സ് ഉണ്ട്? 8 ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ 3 ബോക്സിൽ 8 ഡോട്ട്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 3 × 8 എന്ന് വെച്ചാൽ 3 പ്രാവശ്യം 8കൾ. അപ്പോൾ 3 പ്രാവശ്യം 8 എത്ര? 3 × 8. അപ്പോൾ അതിൻ്റെ ആൻസർ 24. ഫസ്റ്റത്തെ ബോക്സിൽ 8, ഫസ്റ്റത്തെ സെക്കൻഡത്തെ ബോക്സിൽ 16, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ബോക്സിലാവുമ്പോൾ 24. ഓക്കെ, തൊട്ടടുത്തുള്ള ചിത്രം നോക്കി നോക്ക്. തൊട്ടടുത്തുള്ള ചിത്രത്തിൽ ആദ്യത്തെ 2 ബോക്സിൽ ആദ്യത്തെ ബോക്സിൽ 4, പിന്നെയും 4. അതുപോലെ തന്നെ നെക്സ്റ്റ് 2 ബോക്സിൽ 4, 4. അങ്ങനെ ഓരോ 2 ബോക്സിലും 4. അപ്പോൾ 2 × 4. ഓക്കെ, അതിന് എത്ര തവണ ഉണ്ട്? 3 പ്രാവശ്യം 2 × 4 ഉണ്ട്. അപ്പോൾ 3 × 2 × 4, 3 ടൈംസ് 2 × 4 ഉണ്ട് എന്ന്. അപ്പോൾ ടോട്ടൽ എത്ര? 3 × 2 = 6. 6 × 4 എത്ര ആൻസർ? 6 × 4 ആൻസർ 24 തന്നെ. ഇപ്പോൾ 2 ഭാഗത്തും ഡോട്ട്സ് ടോട്ടൽ നോക്കുമ്പോൾ സെയിം തന്നെയാണ്, പക്ഷേ അത് പ്രത്യേക ബോക്സിലായിട്ട് തരംതിരിക്കുമ്പോൾ അത് ചെയ്യുന്ന മെത്തേഡ് ഡിഫറെൻ്റ് ആവും. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിച്ചോ. ഇതാ നമ്മൾ ആദ്യം ഒരു ബോക്സ്, ഈ ബോക്സിൽ 1 2 3 4 5 6 7 8. അപ്പോൾ ഈ ബോക്സിൽ 8 ഉണ്ട്. നമ്മൾ ഇപ്പുറത്തെ ബോക്സിലാകുമ്പോൾ എന്താവും? 2 ബോക്സിലാക്കുന്നു മാത്രം. 1 2 3 4 1 2 3 4. അപ്പോൾ ഈ ബോക്സും സെയിം തന്നെയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതാ 2 തവണ 1 2 3 4 1 2 3 4. ഇവിടെ ടോട്ടൽ എന്താണ്? ഇവിടെ 8, ഇവിടെ 8. അപ്പോൾ 2 × 8. ഇവിടെ ആകുമ്പോഴോ 1 2 3 4 1 2 3 4. ഇവിടെ എന്താ വരിക? ഇവിടെ 2 ടൈംസ് 2 × 4. ഇവിടെ 2 × 4. കാരണം 2 ഇവിടെയും 4 ഇവിടെയും 4, 2 ടൈംസ് 4. ടോട്ടൽ 2 ടൈംസ് 4 എത്ര പ്രാവശ്യം ഉണ്ട്? 1 2. ഈ വരിയിലും 2 ടൈംസ് 4, ഈ വരിയിലും 2 ടൈംസ് 4. അപ്പോൾ 2 ടൈംസ് 2 × 4. 2 × 2 4. 4 × 4. 4 × 4 എത്ര? 4 × 4 = 16. ടോട്ടൽ 16 ആണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇതാണ് ആൻസർ. മനസ്സിലായില്ലേ? പിന്നെ അതേ പാഠത്തിൽ കാണാവുന്ന മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ 24 ആൻസർ കിട്ടുന്ന ഏതൊക്കെ തമ്മിൽ ഗുണിച്ചാലാണ്, മൾട്ടിപ്ലൈ ചെയ്താലാണ്? 3 × 8. 1 × 8 8, 2 × 8 16, 3 × 8 24. വേറെ അതേപോലത്തെ ഏതൊക്കെ സംഖ്യകൾ നോക്കിയാലാണ് 24 ഉണ്ടാവുക? 4നെ നമ്മൾ നോക്കിയാൽ 1 × 4 4, 2 × 4 8, 3 × 4 12, 4 × 4 16, 5 × 4 20, 6 × 4 എത്ര തന്നെ? 24. ഓക്കെ, ഈ രൂപത്തിൽ ആൻസർ കിട്ടുന്ന സംഖ്യകൾ എഴുതണം. അപ്പോൾ 6 × 4 നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതേ പാഠത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ കുറച്ച് മറിച്ച് നോക്കിയാൽ ഈ പാഠത്തിൽ കാണും. ഇതിൻ്റെ അവസാനത്തിൽ പോയ സ്റ്റഡി ട്രിപ്പ്. 40 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട്. അതുപോലെ തന്നെ 3 ടീച്ചേഴ്സും 2 പേരൻസും ടൂറ് പോയി. പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെ ടിക്കറ്റ് 100, കുട്ടികളുടെ 50. എങ്കിൽ ടോട്ടൽ എത്ര രൂപ വരും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സിമ്പിളായിട്ട് കിട്ടും. ടോട്ടൽ കുട്ടികൾ 40 കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് 50 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ടോട്ടൽ എത്ര? 10 കുട്ടികൾക്കാവുമ്പോൾ 500, 20 കുട്ടികൾക്കാവുമ്പോൾ 1000, 30 കുട്ടികൾക്കാവുമ്പോൾ 1500, 40 കുട്ടികൾക്കാവുമ്പോൾ 2000 2000. അപ്പോൾ 14 × 15 = 2000. 40 കുട്ടികൾക്ക് 50 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താൽ ടോട്ടൽ 2000. ഇനി 3 ടീച്ചറും ഉണ്ട്, 2 പേരൻറ്റും ഉണ്ട്. ആ ടോട്ടൽ 5 ആളുകൾ വലിയ ആളുകളുടെ ടിക്കറ്റ് 100 രൂപ. അപ്പോൾ 5 ആളുകൾക്ക് 100 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താൽ 5 × 100 = 500. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ടോട്ടൽ 2000, വലിയ ആളുകൾക്ക് 500. ടോട്ടൽ 2000 + 500 2500. ടോട്ടൽ എത്ര ചിലവ് വരും? കോസ്റ്റ് വരും 2500. ഇതാണ് അതിൻ്റെ ആൻസർ. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്.